നമസ്കാരം സുഹൃത്തുക്കളെ, ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സ്ആപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. എനിക്കൊരു അവസരം കൂടി നീ തരികയില്ലേ? നിങ്ങളോട് ദേഷ്യപ്പെട്ടതിനും വേദനിപ്പിച്ചതിനും ഈ വ്യക്തി നന്നായി പശ്ചാത്തപിക്കുന്നുണ്ട്. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായി പോകുന്നത്. മുഴുവനുമായി നിങ്ങൾ ഈ ഒരു വായന കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി ഇപ്പോൾ ഒരു സമാധാനപൂർണമായിട്ടുള്ള അല്ലെങ്കിൽ സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ചിന്താഗതിയോടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറയാത്ത വിധത്തിലുള്ള പല വിധത്തിലുള്ള പരാജയങ്ങളാണ് ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ളത്. അതെല്ലാം തന്നെ ഈ വ്യക്തി സ്വന്തമായി തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. ഈ വ്യക്തി ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. എടുത്തുചാട്ടമായിരിക്കാം, അല്ലെങ്കിൽ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം, നിങ്ങളെ തെറ്റിദ്ധരിച്ചത് കൊണ്ടായിരിക്കാം. ഇതെല്ലാം നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി താൽക്കാലികമായി രക്ഷപ്പെടുവാൻ വേണ്ടി ചെയ്യുന്ന ഒരു സ്വഭാവമാണ് പെട്ടെന്ന് ദേഷ്യപ്പെടുക. ദേഷ്യപ്പെടുക അല്ലെങ്കിൽ കയർത്ത് സംസാരിക്കുക, നിങ്ങളെ മിണ്ടാതിരുത്തുക, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാതെ നിൽക്കുക, ഇറങ്ങിപ്പോവുക, ബ്ലോക്ക് ചെയ്യുക. ഈ ഒരു സാഹചര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഈ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള ഒരു ചിന്താഗതിയും തീരുമാനവും അഭിപ്രായവും ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എടുത്തുചാട്ടം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി ചെയ്തിട്ടുണ്ട്. നിങ്ങളെ വേദനിപ്പിച്ചിട്ടുമുണ്ട്. ആ ഒരു സമയത്തൊന്നും ഈ വ്യക്തി വിചാരിച്ചിരുന്നില്ല ഇത് ഇത്രമാത്രം തെറ്റാണ് എന്നുള്ളത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആത്മീയപരമായിട്ട് ഉയർന്നു നിൽക്കുവാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത്. സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആത്മീയപരമായിട്ട് ഉയർന്നു നിൽക്കുവാനും മാനസികവും ശാരീരികവുമായിട്ട് സമാധാനത്തിലേക്ക് പോകുവാനുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും പ്രശ്നങ്ങളോട് കൂടിയും ദേഷ്യപ്പെടുന്നതോട് കൂടിയും ഒന്നും തന്നെ തനിക്ക് നേരിടാൻ അല്ലെങ്കിൽ ഒന്നും തന്നെ തനിക്ക് നേടാൻ സാധിക്കുകയില്ല എന്ന് ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തനിക്ക് എന്താണ് ലഭിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും ആഴത്തിൽ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വ്യക്തിക്ക് ഇപ്പോൾ നന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയ തുടക്കത്തെക്കുറിച്ച് മാത്രമാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സൺ നിങ്ങളുമായി മനസ്സ് തുറന്ന് സംസാരിക്കാനൊക്കെ താല്പര്യപ്പെടുന്നുണ്ട്. കാരണം മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ മാത്രമാണല്ലോ ഈ വ്യക്തിക്ക് അതിന് സാധ്യമാകുന്നത്. ഈ വ്യക്തിയുടെ തെറ്റുകൾ ഏറ്റുപറയാനും മാപ്പ് പറയുവാനും ഈ വ്യക്തിക്ക് സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ നിങ്ങളോട് കാണിച്ചു തരാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സൺ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ എപ്പോഴും ഈ വ്യക്തി നിങ്ങളിൽ കുറ്റം മാത്രമാണ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളെക്കുറിച്ച് കുറ്റം പറയാൻ മാത്രമേ ഈ വ്യക്തിക്ക് സമയമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഈ വ്യക്തി എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തിയിരുന്നു, കുറ്റങ്ങൾ മാത്രമാണ് കണ്ടെത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ നിങ്ങളിലെ നന്മ അല്ലെങ്കിൽ നിങ്ങളുടെ പോസിറ്റിവിറ്റി മാത്രമാണ് ഇപ്പോൾ ഈ വ്യക്തി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തിയെ എപ്പോഴും കുറ്റം പറയുകയല്ല വേണ്ടതെന്നും ആ വ്യക്തിയുടെ നന്മകളും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്, കാണേണ്ടതുണ്ട് എന്നുള്ളതിനെ കുറിച്ചും കൂടിയാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. എടുത്തുചാടി തീരുമാനമെടുക്കുക, എടുത്തുചാട്ടം അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക, ഇതുകൊണ്ടൊന്നും തനിക്ക് നേടാനില്ല. പകരം ഓരോ ബന്ധങ്ങൾ തകർത്തെറിയപ്പെടുകയേ ഉള്ളൂ എന്നുള്ള ചിന്താഗതിയും തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ വ്യക്തി വരുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ മനസ്സ് തുറക്കാൻ താല്പര്യപ്പെടുകയാണ്. അപ്പൊ മനസ്സ് തുറക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ദേഷ്യപ്പെടാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല. മനസ്സ് തുറന്ന് സംസാരിക്കുക, സമാധാനത്തോടു കൂടി നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. അവിടെ നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കം, ഒരുമിച്ചുള്ള ജീവിതം, അല്ലെങ്കിൽ ഒരുമിച്ച് കല്യാണം കഴിക്കുക, കുട്ടികളുമായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ നേരിട്ട് കണ്ടുമുട്ടുക, ഇതെല്ലാം തന്നെ നല്ലൊരു കാര്യങ്ങൾ തന്നെയാണ്. അതുമാത്രമല്ല, നിങ്ങളുമായി ഇങ്ങനെ പ്രശ്നങ്ങളിലൂടെ അകപ്പെട്ടു പോയപ്പോൾ
ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഇത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം നഷ്ടപ്പെട്ടു പോവുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ ഇത് മുഴുവനുമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്കും കൂടെ ഈ വ്യക്തി വരുന്നുണ്ട്. അതുകൊണ്ട് ഈ പേഴ്സൺ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക, എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാം. എന്നാൽ മാത്രമേ അവിടെ പോസിറ്റിവിറ്റി ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. അതുമാത്രമല്ല, ഇവിടെ ഇൻഡിവിജ്വാലിറ്റിയെ കുറിച്ച് നല്ല രീതിയിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അപ്പോൾ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയുടെ വ്യക്തിത്വമാണ്. അതായത് ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാതെ തന്നിഷ്ടപ്രകാരം ഓരോന്ന് എടുത്തു ചാടി ചെയ്യുന്ന ഒരു സ്വഭാവ പ്രകൃതമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സ്വന്തമായിട്ട്, അതായത് എപ്പോൾ കാണുന്നോ അപ്പോൾ മുതൽ തൊട്ട് മനസ്സ് മാറുന്ന ഒരു സ്വഭാവ രീതിയാണ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. ഇന്ന് ഇരിക്കുന്ന സ്വഭാവമാണെങ്കിൽ നാളെ ദേഷ്യപ്പെടുകയായിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, ഈ വ്യക്തിക്ക് സ്വന്തമായിട്ട് ഒരു വ്യക്തിത്വം ഇല്ലാതിരുന്നു എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് ഈ പേഴ്സൺ നല്ല രീതിയിൽ ഒരു വ്യക്തിത്വം, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിത്വത്തിലേക്ക് മുന്നോട്ട് വരാൻ, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ സ്ഥിരമായിട്ട് ഒരു ജീവിത രീതി, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരു സ്വഭാവ രീതി, അല്ലെങ്കിൽ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സ്വഭാവ രീതി, അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു സ്വഭാവ രീതി ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ തന്നോട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയോടൊപ്പം കൂടെ നിൽക്കുകയുള്ളൂ എന്ന് ഈ വ്യക്തി ചിന്തിക്കുകയാണ്. അതുമാത്രമല്ല, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഈ വ്യക്തി നിങ്ങളുടെ ഭാഗത്തു നിന്നും കണ്ടുപിടിച്ചിട്ടുള്ള ഓരോ തെറ്റുകളും അത് ഒരു തെറ്റല്ല എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുകയാണ്. കാരണം അതിനേക്കാൾ വലിയ വലിയ തെറ്റുകൾ ഈ വ്യക്തി ചെയ്തു പോയിട്ടുണ്ട് എന്നുള്ളത് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ആ ഒരു സ്വന്തം തെറ്റുകളെ ന്യായീകരിച്ചുകൊണ്ടും നിങ്ങളുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയുമാണ് ഈ വ്യക്തി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അത്തരം സ്വഭാവ രീതികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള പ്രണയ ജീവിതത്തെ കുറിച്ച് മാത്രമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് പല വിധത്തിലും ദേഷ്യപ്പെടുകയും നിങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുകയും ചെയ്തപ്പോൾ ഒരിക്കലും ഈ വ്യക്തി വിചാരിച്ചിരുന്നില്ല താൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന്, അല്ലെങ്കിൽ തെറ്റുകാരനോ തെറ്റുകാരിയോ ആകുമെന്ന് ഈ വ്യക്തി ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങളോട് ദേഷ്യപ്പെട്ടതിനും നിങ്ങളെ വേദനിപ്പിച്ചതിനൊക്കെയും ഈ വ്യക്തി നന്നായി പശ്ചാത്തപിക്കുന്നുണ്ട്. ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ പള്ളികളിലൊക്കെ പോയി തന്റെ മനസ്സിലുള്ള ഭാരം ഇറക്കി വെക്കുകയും നിങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രാർത്ഥിക്കുകയും ഈ പ്രണയബന്ധം എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുകയും അങ്ങനെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ദൈവങ്ങളോടെങ്കിലും തന്റെ തെറ്റുകുറ്റങ്ങൾ ഏറ്റു പറഞ്ഞില്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഒരു സമാധാനവും സന്തോഷവും ഉണ്ടാവുകയില്ല എന്ന് ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. അപ്പോൾ ഇതും കൂടിയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ വ്യക്തി എന്തായാലും നിങ്ങളോടൊപ്പം കൂടെ ചേർന്ന് നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്. ആദ്യമൊക്കെ നല്ല രീതിയിൽ തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമായിരിക്കാം. നിങ്ങളെ നേരിട്ട് കാണാനും നിങ്ങളെ ഫേസ് ചെയ്യാനും ഒക്കെ ഈ വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. പക്ഷെ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് തന്നിഷ്ടപ്രകാരം, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഇവിടെ ഈ ഒരു ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വ്യക്തിക്ക് ഒരുപാട് പുതിയ പുതിയ മാറ്റങ്ങൾ വരട്ടെ, പുതിയ ആശയങ്ങൾ വരട്ടെ, തീരുമാനങ്ങൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. അപ്പോൾ വായനയുടെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ. ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.